ഗോൾബർഗിനിട്ട് നല്ല പണിയാണ് WWE കൊടുത്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഗോൾബർഗിന്റെ റിട്ടയർമെന്റ് മാച്ച് ആയിരുന്നു കഴിഞ്ഞ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ തനിക്ക് നല്ലതുപോലെ ഒരു റിട്ടയർമെന്റ് തന്നിട്ടില്ല. തന്റെ റിട്ടയർമെന്റ് WWE ആകപ്പാടെ കുളമാക്കി. മിക്കവാറും താൻ WWE വിട്ടു പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലെല്ലാം തന്നെയായിരുന്നു ഗോൾബർഗ് തന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഗോൾബർഗ് പറഞ്ഞത് എന്നുള്ളതും എന്തൊക്കെയാണ് ആ മാച്ചിൽ നടന്നത് എന്നുള്ളതും എന്തൊക്കെയാണ് അവിടെ പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. ഗോൾബർഗ് വേഴ്സസ് ഗുന്തർ തമ്മിലുണ്ടായിരുന്ന മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലായിരുന്നു. ഗോൾബർഗിന്റെ റിട്ടയർമെന്റ് മാച്ച് എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു ആ ഒരു മാച്ച് സംഭവിച്ചിട്ടുണ്ടായിരുന്നതും. ഈ ഒരു മാച്ച് വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് കൂടിയായിരുന്നു. ഈ മാച്ചിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ, അതായത് മാച്ച് എത്രത്തോളം നേരമുണ്ടായിരുന്നു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ 14 മിനിറ്റും 23 സെക്കൻഡുമായിരുന്നു. 2003 ശേഷം ഗോൾബർഗ് മത്സരിച്ചിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ മാച്ച് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലേത്. തന്റെ ഓപ്പണന്റ് ആയിട്ടുള്ള ഗുന്തറിനെ നല്ല രീതിയിൽ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു ഗോൾബർഗ്. ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട് ഗോൾബർഗ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 2025 ഒരു റിട്ടയർമെന്റ് മാച്ച് ഉണ്ടാകുമെന്നുള്ളത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഗോൾബർഗ് തന്റെ ട്രെയിനിങ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 5 മാസങ്ങൾക്ക് മുമ്പേ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഡയറ്റ് പ്ലാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റെം സെൽ തെറാപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 5 മാസങ്ങളായിട്ട് വേറെ ജങ്ക് ഫുഡ്സോ ഒന്നും തന്നെ കഴിച്ചിട്ടില്ലായിരുന്നു. എല്ലാം അദ്ദേഹം കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും അവസാനത്തെ ഈ ഒരു ബിഗ് മാച്ചിന് വേണ്ടി തന്നെയായിരുന്നു. ശരിക്കും ഈ ഒരു മാച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നവംബർ 2024 മുതലായിരുന്നു. എന്നാൽ ജനുവരി 2025 ഇത് ഉറപ്പിക്കുകയുണ്ടായി ഇങ്ങനെ ഒരു മാച്ച് നടത്താമെന്നുള്ളത്. പക്ഷേ ഈ ഒരു മാച്ചിൽ ഗോൾബർഗിന് തീരെ ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒന്നാമത്തെ കാര്യം, സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് പോലെയുള്ള ഒരു പേപ്പർ വ്യൂവിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് സാധാരണ എന്തെങ്കിലും ഒരു പ്രീമിയം ലൈവ് ഇവന്റിൽ സമ്മർ സ്ലാമോ, സർവൈവർ സീരീസോ, റോയൽ റംബിളോ, റെസ്സൽമേനിയോ അതുപോലെയുള്ള മെയിൻ ഷോകളൊന്നും തന്നെ അല്ലാതെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ കൊണ്ടുപോയി തന്റെ റിട്ടയർമെന്റ് മാച്ച് വെച്ചതിൽ ഗോൾബർഗിന് തീരെ താല്പര്യമില്ല. മറ്റൊരു കാര്യം, ആകെ 3 ആഴ്ച മാത്രമേ തൻ്റെ മാച്ചിന് വേണ്ടിയിട്ട് ബിൽഡപ്പ് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. സാധാരണ ഗോൾബർഗിൻ്റെ എല്ലാം തന്നെ മാച്ച് അത്യാവശ്യം ഒരുപാട് നാൾ നീണ്ടു നിന്ന്, അല്ലെങ്കിൽ ഒരുപാട് നാൾ ആ ഒരു ഫ്യൂഡ് നിന്ന് ഏറ്റവും അവസാനം ഒരു കിഡിലൻ മാച്ചിലേക്ക് അവസാനിക്കുന്ന രീതിയിൽ WWEക്ക് ചെയ്തിരുന്നതെങ്കിൽ തനിക്ക് കുറച്ചുകൂടി നന്നാകുമായിരുന്നു എന്നുള്ളത് ഗോൾബർഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗോൾബർഗിന് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മാച്ചിൻ്റെ അവസാനം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്രോമോ ഉണ്ടായിരുന്നു. ആ പ്രോമോ ആകെ 28 സെക്കൻഡ് മാത്രമേ നെറ്റ്ഫ്ലിക്സിലും എല്ലായിടത്തും കാണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ പ്രോമോയും കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളത് അത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. തനിക്ക് ഒരു രീതിയിലുള്ള റെസ്പെക്റ്റും WWEയിൽ നിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു ഗോൾബർഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗോൾബർഗിന് ഇത് ഇത്രത്തോളം വിഷമമാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം 91 ഗസ്റ്റുകളെയും കൊണ്ടായിരുന്നു ആ ഒരു ഷോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് അന്ന് മത്സരം കാണാൻ വന്ന 91 പേരും ഗോൾബർഗ് വിളിച്ച് ഇൻവൈറ്റ് ചെയ്ത് വന്നവരായിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ ടീംമേറ്റ്സ്, അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ്, അദ്ദേഹത്തിന്റെ റൈറ്റേഴ്സ്, കോച്ചുകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടന്റ് വരെ ഈ ഒരു മാച്ച് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഗോൾബർഗിന്റെ ഏറ്റവും അവസാനത്തെ മാച്ച് ആയതുകൊണ്ട്. ഈ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇഞ്ചുറികളും വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന്, ഗോൾബർഗിന്റെ കൈക്ക് ഒരു ചെറുതായിട്ടൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അത് ബാരിക്കേഡിന്റെ ആ ഒരു സ്പോട്ടിൽ നിന്നും കിട്ടിയതായിരിക്കാം. രണ്ടാമത്, ഗോൾബർഗ് റഫറിയെ സ്പിയർ ചെയ്തിടുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നല്ലോ, ചാൾസ് റോബിൻസനെ. ആ സമയത്ത് ചാൾസ് റോബിൻസന്റെ വാരിയല് പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. തനിക്ക് ഇത്രത്തോളമെങ്കിലും റെസ്സൽ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത് സ്റ്റെം സെൽ തെറാപ്പി കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഗോൾബർഗ് പറഞ്ഞത്. പക്ഷേ ഇത്രയൊക്കെ നെഗറ്റീവ് ഉണ്ടായിട്ടും ഗോൾബർഗിന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഉണ്ടായിരുന്നത് ഗുന്തറിന് തന്നെയായിരുന്നു. പക്ഷെ തനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഗുന്തറിന്റെ ചോപ്പുകളുണ്ടല്ലോ, ഗുന്തർ നെഞ്ചത്തടിക്കുന്ന ആ അടികൾ, ആ അടി അടിക്കുന്ന സമയത്ത് താൻ ചിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ബാക്കിയുള്ളവർക്ക് സെൽ ചെയ്യാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഗുന്തറിനോട് ക്ഷമ ചോദിക്കുന്നു എന്നെല്ലാം തന്നെ ഗോൾബർഗ് അവിടെ പറയുകയുണ്ടായി. ഗുന്തറിനെതിരെയുള്ള ഇതേ രീതിയിലുള്ള മാച്ചുകളാണ് തനിക്ക് ഇനിയും തൻ്റെ കരിയറിൽ വേണ്ടിയിരുന്നത്, ഏറ്റവും അവസാനമായിട്ട് വീണ്ടും വേണ്ടിയിരുന്നത് എന്നെല്ലാം തന്നെ ഗോൾബർഗ് പറഞ്ഞു. ഗോൾബർഗ് ആയതുകൊണ്ടാണ് WWE ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്, WWE ഇങ്ങനെ മോശമാക്കി കാണിച്ചിട്ടുള്ളത്. എനിക്ക് പകരം ജോൺസിനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അണ്ടർടേക്കർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഷോയിൽ വെച്ചിട്ട് അവർക്ക് റിട്ടയർമെന്റ് മാച്ച് കൊടുക്കുമോ? ഒരിക്കലുമില്ല. ഇത് ഞാൻ ആയതുകൊണ്ട് മാത്രമാണ് നടത്തിയത് എന്നുള്ളതായിരുന്നു ഗോൾബർഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗോൾബർഗിന് WWE ഒരു വിധത്തിലും വില കൊടുക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഇപ്പോൾ ഗോൾബർഗ് NDAയിലാണ്, അതായത് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റിലാണ് WWEയുമായിട്ട്. ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ആ ഒരു എഗ്രിമെന്റ് അവിടെ അവസാനിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ താൻ വെളിപ്പെടുത്തുമെന്നുള്ളതും ഗോൾബർഗ് പറയുകയുണ്ടായി.
100-ലേറെ കാര്യങ്ങൾ ശരിക്കും ബാക്ക് സ്റ്റേജിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ താൻ പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ളതും ഗോൾബർഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഗോൾബർഗ് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് താൻ സംസാരിക്കുന്ന ആ ഒരു 2 മിനിറ്റ് പോലും WWE കാണിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവർ എന്ത് വിലയാണ് തരുന്നത്? ജോൺസിനൊക്കെ ഒരു വർഷം മുഴുവൻ റിട്ടയർമെന്റ് പ്ലാൻ എല്ലാം തന്നെ WWE കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആകെ ഒരു മാച്ചിലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ആ ഒരു മാച്ച് പോലും നല്ല രീതിയിൽ WWE തനിക്ക് തന്നിട്ടില്ല എന്നുള്ളത് ഗോൾബർഗ് പറഞ്ഞു. പിന്നീട് ഏറ്റവും അവസാനം റിട്ടയർമെൻറ്റ് ശരിക്കും ഒഫീഷ്യലായോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും ടെക്നിക്കലി റിട്ടയർ ആയിട്ടുണ്ട്, പക്ഷേ റെസ്ലിംഗ് ആണ്, തനിക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഗോൾബർഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ട്രോങ് റൂമേഴ്സ് കേൾക്കുന്നുണ്ട് AEW യിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. WWE കരാർ ഇപ്പോൾ തീർന്നു കഴിഞ്ഞാൽ AEW പോയി അവിടെ ഒരു ലെജൻഡ് ഡീൽ ചെയ്തിട്ട് അവിടെ തനിക്കൊരു റിട്ടയർമെൻറ്റ് മാച്ച് കൊടുക്കുന്ന രീതിയിൽ ഗോൾബർഗ് പ്ലാൻ ചെയ്യാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതൽ തന്നെയാണ്. WWE ലെജൻഡ് ഡീല് ഗോൾബർഗ് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതും മിക്കവാറും സൈൻ ചെയ്യാൻ ഒരു വിധത്തിലും ചാൻസ് ഇല്ല എന്നുള്ളതുമാണ് അറിയാൻ കഴിയുന്നത്. അത് സൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോൾബർഗ് എന്തായാലും AEW എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇനി എന്താണ് പരിപാടി എന്നുള്ളത് ഗോൾബർഗിനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൻ്റെ മകൻ്റെ ഫുട്ബോൾ കരിയർ നന്നാക്കാൻ വേണ്ടിയിട്ട് അവനെ ഞാൻ ട്രെയിൻ ചെയ്യും, ജിം ട്രെയിനിങ്, പിന്നെ ട്രാക്ടർ എടുത്ത് എൻ്റെ 200 ഏക്കർ ലാൻഡ് ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി പോകും എന്നെല്ലാം തന്നെയായിരുന്നു ഗോൾബർഗ് ഏറ്റവും അവസാനം അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ട് ത്രിപിളച്ചുമായിട്ട് തനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതെല്ലാം തന്നെ തീർത്തിട്ടായിരുന്നു താൻ WWE വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും ഗോൾബർഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ WWE വർക്ക് ചെയ്യുന്ന 90% പേരെയും തനിക്ക് അറിയില്ല എന്നുള്ളതും കൂടി ഗോൾബർഗ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. ശരിക്കും എൻ്റെ അഭിപ്രായത്തിലും ഗോൾബർഗിന് നല്ലൊരു റിട്ടയർമെൻറ്റ് മാച്ച് കൊടുക്കണമായിരുന്നു. ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ചെങ്കിലും മുഴുവൻ WWE കൊടുക്കണമായിരുന്നു. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് പോലെ മുഴുവൻ പരസ്യമിടുന്ന ഒരു ഷോയിൽ നിന്നും ഗോൾബർഗിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് മാറ്റി 2 ദിവസം നടത്തുന്ന സമ്മർ സ്ലാമിൽ ഒരു ദിവസമെങ്കിലും ഗോൾബർഗിന് കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗോൾബർഗിന് കൊടുത്ത റിട്ടയർമെൻറ്റ് നല്ലതാണോ, അതോ ഗോൾബർഗിന് കുറച്ചുകൂടി നല്ല റിട്ടയർമെൻറ്റ് കൊടുക്കണമായിരുന്നോ? വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റേതെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.